ഹലോ, ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് അഫ്സൽ സാറാണ് സംസാരിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിന് ഇതിനകം നമ്മൾ സംസാരിക്കുമ്പോൾ 3 ബാച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 4ാമത്തെ ബാച്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇതിനകം പല രക്ഷിതാക്കളും ഇതിനകം കോമൺലി ചോദിക്കുന്ന കുറച്ച് ആശങ്കകളും, എന്തുകൊണ്ടാണ് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ അഡ്മിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് വ്യത്യസ്തമാകുന്നു, ഇത്തരം കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഡോപ്പയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ ഡയറക്ടേഴ്സായിട്ട് ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഇതിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങി MD എടുത്ത ഒരു പറ്റം ഡോക്ടേഴ്സാണ്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് നമ്മൾ നീറ്റ് എടുത്തിട്ട് ഡോക്ടർ ആവണമെന്ന് വിചാരിക്കുമ്പോൾ അതേ സ്ട്രീമിലൂടെ പഠിച്ച് ഡോക്ടറായിട്ടുള്ള ആളുകളാണ് നമ്മളെ നയിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ മെൻറ്റേഴ്സ് എന്ന് പറയുന്ന സംവിധാനം, സിസ്റ്റത്തെ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി വരും ഡോപ്പയാണ് എന്നുള്ളതാണ്. റീസെൻ്റ്ലി പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ റീസെൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കോസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഇപ്പം നമ്മുടെ നീറ്റ് ബാച്ച് ആണെങ്കിൽ അവർക്ക് ഒരു കുട്ടിക്ക് ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെൻറ്റർ റീസെൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇവരായിരിക്കും നമ്മുടെ കുട്ടികളുടെ കൂടെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം, സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇത്യാദി കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടെ ഉണ്ടാവും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ JEE ബാച്ചിൽ സൂപ്പർ 60 എന്നുള്ള പേരിലാണ് നമ്മൾ 60 കുട്ടികളെ കടഞ്ഞെടുത്ത 60 കുട്ടികളെ JEEക്ക് വേണ്ടിയിട്ട് തീവ്രമായി പരിശീലിപ്പിക്കുന്നുണ്ട്. അവർക്കും മെന്റർഷിപ്പ് കൊടുക്കുന്നത് IIT മദ്രാസിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ഇതേ വഴികളിലൂടെ മുന്നേ സഞ്ചരിച്ചവർ ഇവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്, ഇവരുടെ കൂടെ ഓരോ ഘട്ടത്തിലും ഇവർക്ക് സഹായിയായിട്ടും ഇവരുടെ സപ്പോർട്ടിങ്ങിനും വേണ്ടിയിട്ട് ഉണ്ടാവും എന്നുള്ളതും ഡോപ്പയുടെ മാത്രം ഒരു ചേരുവയാണ് എന്നാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അതുപോലെ ഡോപ്പയുടെ മറ്റൊരു വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പല സ്ഥാപനങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂൾ ടൈമിങ് ഒരു ക്യാമ്പസിനകത്ത് ഒരു സ്കൂളിനകത്ത് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ചില മണിക്കൂറുകൾ മാത്രം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് പല സ്കൂളിങ്ങിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഒരേ ക്യാമ്പസിൽ, നമ്മുടെ ഓൺ ക്യാമ്പസിൽ നിന്ന് തന്നെ നമ്മൾ എൻട്രൻസിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പബ്ലിക് എക്സാമിനും എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സ്പേർട്സ് ഒരൊറ്റ ക്ലാസ് എടുത്തിട്ടാണ് അത് എൻട്രൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ റിപ്പീറ്റിങ്ങിനും മറ്റു കോഴ്സുകൾക്കും എടുക്കുന്ന അതേ ടീച്ചേഴ്സ്, റിപ്പീറ്റിനൊക്കെ നമ്മുടെ എയിംസ് ബാച്ചിലൊക്കെ കയറുന്ന ടീച്ചേഴ്സാണ് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥാപനത്തിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതുപോലെ തന്നെ ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് രക്ഷിതാക്കൾ ചോദിക്കുന്ന കുറേ അധികം ആശങ്കകളുണ്ട്. ഞാൻ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഇപ്പം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ. ഞാൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കുട്ടിയെ ഇങ്ങനൊരു കോമ്പറ്റിറ്റീവ് എക്സാമുകളിലൂടെ കടന്നിട്ട് ഇങ്ങനെയുള്ള ഡോക്ടറാക്കണം, അല്ലെങ്കിൽ IITN ആക്കണം, NITN ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ സാധാരണ ഒരു സ്കൂളിൽ പോവുകയാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരുന്നില്ല, മറിച്ച് ഒരു സാധാരണ സ്കൂളിൽ പോകുന്നു. തീർച്ചയായിട്ടും ഒരു 40,000 50,000 1000 കൊടുത്തിട്ട് നമ്മളൊരു ട്യൂഷന് ചേർത്തുന്നു. അത് കഴിഞ്ഞിട്ട് +1 ഒരു ക്രാഷ് എടുക്കുന്നു, +2 പോകുന്നു, +2 കഴിഞ്ഞ ശേഷം നമ്മൾ ഏതിനാണോ എൻട്രൻസിന് പോകുന്നു അതിൻ്റെ ക്രാഷിന് പോകുന്നു. ഇങ്ങനെ ഒരു ഭീമമായ സംഖ്യ മുടക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ റിപ്പീറ്റിന് പോവുകയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയൊക്കെ അനുസരിച്ച് റിപ്പീറ്റും കഴിഞ്ഞ് റിപ്പീറ്റും കഴിഞ്ഞ് സൂപ്പർ റിപ്പീറ്റ് എന്നുള്ളത് ഒരു
ആലങ്കാരിക പദമായ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും അധികം ആളുകൾ കോമ്പീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും വീണ്ടും വീണ്ടും സെയിം ആയിട്ടുള്ള പിന്നെ സാമ്പത്തികം ഇങ്ങനെ മുടക്കേണ്ട അവസരങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ ഈ നിങ്ങൾ നീക്കി വെക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കേണ്ട ഫണ്ടിനെ വളരെ പെട്ടെന്ന് +1 +2 കൂടെ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ, കുട്ടിയുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഈ 2 വർഷം കൊണ്ട് ഏറ്റവും നല്ല ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി പറ്റുന്ന, നല്ല അടിപൊളിയായിട്ട് പഠിച്ച് കിട്ടാൻ പറ്റുന്ന ഈ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ കുട്ടിക്ക് അവൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് പല രക്ഷിതാക്കളും ചോദിക്കും, ടോപ്പയിൽ എങ്ങനെയാണ് ഫീസ് അടക്കുന്ന സമയത്ത് ഈ ഫീസ് എല്ലാം കൂടി അങ്ങ് അടച്ചു തീർക്കും, ഒറ്റ അടിക്ക് അടക്കലാണോ, അതല്ല വേറെ എന്തെങ്കിലും? നമ്മൾ ഇതൊരു പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായി കുട്ടികളുടെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒറ്റ അടിക്ക് ഫീസ് അടക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ EMI സ്കീമുകൾ പോലും നമ്മളിവിടെ പിന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. മാസം ഇങ്ങനെ അടച്ചു കൊടുക്കാൻ വേണ്ടി ചെറിയ ഗഡുക്കളാക്കി അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകൾ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ രക്ഷിതാക്കൾ ചോദിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കാൻ വേണ്ടി കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, നല്ല സ്ട്രെസ് ആവൂലേ സാറേ, ഭയങ്കര ഓവർലോഡ് ആവൂലേ? കാരണം പലപ്പോഴും സ്കൂളിൽ നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര ഫ്രീ മൈൻഡഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നടക്കുകയാണ്, കാര്യമായിട്ടൊരു അജണ്ടകളില്ല. ഇവിടെ വരുന്ന സമയത്ത് നല്ല സ്ട്രെസ്സല്ലേ, നല്ല ഭയങ്കര ഓവർലോഡ് അല്ലേ? എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ കോമ്പറ്റിറ്റീവ് എക്സാമിൽ വന്ന് മത്സര പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുതരാം, നിങ്ങൾ ഇപ്പോൾ ഈ സ്ട്രെസ്സിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ ഒരു മത്സര പരീക്ഷയുടെ തയ്യാറെടുപ്പ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനൊരു മിനിമം നമ്മളെ മാറ്റിവെക്കുകയും നമ്മുടെ മറ്റുള്ള വൈകാരികമായ ശാരീരികമായ എല്ലാ തലങ്ങളെയും ഒഴിവാക്കി നമ്മളെ കെട്ടിയിടണം. അത് ഇവിടെ എന്നല്ല, ലോകത്ത് ഏത് മേഖലകളിൽ എൻ്റെ മക്കൾ സക്സസ് ആവണമെങ്കിലും ഇങ്ങനെയുള്ള ചില പരിത്യാഗങ്ങളും ത്യാഗങ്ങളും ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ കൂട്ടത്തിൽ ഞങ്ങൾ പറയട്ടെ, നമ്മൾ വളരെ ഫ്രണ്ട്ലി ആൻഡ് ഫ്രീ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ഇതിനകം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും, വളരെ അടിപൊളിയായിട്ട്. ഇപ്പം എസ്പെഷ്യലി ഞങ്ങളൊക്കെ യങ്സ്റ്റേഴ്സ് ആണ്, ഇപ്പം റീസെൻ്റ്ലി പഠിച്ചിറങ്ങിയിട്ടുള്ള പ്രൊഫഷനിലേക്ക് വന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങളാണ് നിങ്ങളെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടും നമ്മൾ കൃത്യമായി നിങ്ങളുടെ കൂടെ നിന്ന് അടിപൊളിയായിട്ട് നല്ലൊരു വൈബുള്ള ക്യാമ്പസ് ആൻഡ് അക്കാദമിക് അന്തരീക്ഷം നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം ഇവിടെ ആർട്സ് നടക്കാറുണ്ട്, സ്പോർട്സ് നടക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളോട് പറയ പോലും ഇല്ലാണ്ട് അപ്പം നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു നോക്കാൻ വേണ്ടി പറ്റും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളെ വിസിറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നു, NIT-കളിലേക്ക് കൊണ്ടുപോകുന്നു, രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. അപ്പം നമ്മൾ ഈ വഴികളിലൂടെ നടന്നു വന്ന് എൻട്രൻസ് ക്രാക്ക് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ എവിടേക്കാണ് വീഴ്ച വരുന്നത് എന്നുള്ളതും, നിങ്ങൾ എവിടേക്കാണ് നിങ്ങളുടെ നെറ്റി ചുളിയുന്നത് എന്നുള്ളതും, എവിടേക്കാണ് നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നത് എന്നുള്ളതും ഞങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ട് മനസ്സിലാക്കുവാനും പ്രതിവിധി നിങ്ങൾക്ക് പറഞ്ഞുതരാനും വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഹോസ്റ്റലിൽ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, ഹോസ്റ്റലിൽ വരണ്ടേ, ഹോസ്റ്റലിൽ നിൽക്കണ്ടേ. ഹോസ്റ്റലിൽ നിൽക്കുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമില്ല. ഹോസ്റ്റലിൽ വരുന്ന സമയത്ത് ടോപ്പയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും, ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാവും. ഇന്ന സമയത്ത് ഇന്നത്, ഇന്ന സമയത്ത് ഉറക്കം. നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ അവിടെ വാർഡന്മാരും കോർഡിനേറ്റർമാരും നമ്മുടെ മെന്റേഴ്സ്, നേരത്തെ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള നമ്മുടെ മെന്റേഴ്സും ഒക്കെ നിങ്ങളിങ്ങനെ മോണിറ്റർ ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറെ കുറേ കുട്ടികൾക്കുള്ള പ്രശ്നം കൺഫ്യൂഷനാണ്. ഞാൻ എങ്ങോട്ട് പോകണം? മക്കളെ, ഇങ്ങനെ കൺഫ്യൂസിങ് ആയി ഇരിക്കുന്നതിൻ്റെ അനന്തര ഫലമാണ് പലപ്പോഴും നമ്മുടെ ഡ്രീം തന്നെ തകർന്നു പോകുന്നത്. പ്രത്യേകിച്ച് പണ്ട് ഒരു 10 കൊല്ലം മുന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡെൽറ്റ കൂടി അല്ലെങ്കിൽ ഒരു സമയം കൂടി നിങ്ങൾക്ക് +2 കഴിയുന്നത് വരെയൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചിരിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ ഒരു റീല് കാണുന്ന ഫാസ്റ്റിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷനും ഫോക്കസും അത്രയും കുറഞ്ഞൊരു കാലത്ത് വളരെ ഫാസ്റ്റായിട്ട് ഡിസിഷനുകൾ എടുക്കേണ്ട ഒരു കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ.
മക്കളെ പണ്ടൊക്കെ റിപ്പീറ്റും റിപ്പീറ്റും ഒക്കെ ചെയ്ത് +1 +2 എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് +1 +2ന്റെ കൂടെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ വേറെ കുറേ ഏരിയകളിലും സംസ്ഥാനങ്ങളിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ലും 9ലും 7ലും 6ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള നീറ്റിനും ജെഇക്കും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും +1 +2 നിങ്ങൾ എൻട്രൻസിലേക്ക് വരണം, കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങൾ വരണം, പഠിക്കണം, എൻട്രൻസ് ഓറിയന്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് +1 +2ന്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്ത് നിങ്ങളുടെ കൺഫ്യൂഷന് ഒട്ടും പ്രസക്തി ഇല്ല എന്ന് മക്കൾ മനസ്സിലാക്കുക. നമ്മൾ എങ്ങോട്ടാ പോവേണ്ടത് അത് നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് പിന്നെ ടെസ്റ്റുകൾ പ്രിഫർ ചെയ്യാവുന്നതാണ്, എക്സ്പേർട്സുമായിട്ട് കൂടിയിരിക്കാവുന്നതാണ്, കരിയർ കൗൺസിലിംഗ് എടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ എവിടേക്കാണ് പോവേണ്ടത്? ഇപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു CA എന്നാണ് ആഗ്രഹമെങ്കിൽ CAക്ക് വേണ്ടി അഗ്രസീവായി കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് +1ന്റെ കൂടെ തന്നെ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ മേഖലകളിലേക്കും നിങ്ങൾ വരണം എന്നുള്ളതാണ്. അതുപോലെ ചില കുട്ടികളുടെ പ്രശ്നം സബ്ജക്റ്റുകളാണ്. ഫിസിക്സ് പ്രശ്നമാണ്, മാത്സ് പ്രശ്നമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ മോശമാണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആ അധ്യാപകരുമായിട്ടുള്ള എന്തെങ്കിലും ചില പിന്നെ ഇഷ്ടക്കുറവുകളായിരിക്കാം, അല്ലെങ്കിൽ ആ പഠിപ്പിച്ച രീതിയോടുള്ള അനിഷ്ടങ്ങളായിരിക്കാം ഒരു സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടിരിക്കാനുള്ള കാരണം. നിങ്ങൾ ടോപ്പ് ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൽ വരുമ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഒരു ടീച്ചറല്ല ഒരു വിഷയത്തെ നിങ്ങളെ കൈകാര്യം ചെയ്യാനുണ്ടാവുക. ഒന്നിലധികം ടീച്ചേഴ്സ് കൃത്യമായി നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ ജൂനിയർ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വീണ്ടും ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏരിയകളിൽ വീണ്ടും ഊന്നൽ നൽകിക്കൊണ്ട് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ ഓറിയന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു സിസ്റ്റമാണ് ടോപ്പിലുള്ളത്. അത് പറയുമ്പോൾ അഭിമാനപൂർവ്വം തന്നെ ഞാൻ പറയാണ്, ഇപ്പം ഞാൻ പറയുമ്പോൾ +1ന്റെ എക്സാം കഴിഞ്ഞിരിക്കുക, ഒരു 5 റിവിഷനൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫിസിക്സിൽ ഒരു 5 റിവിഷൻ ഇൻക്ലൂഡിങ് പേഴ്സണൽ റിവിഷൻ, അവരുടെ പേഴ്സണൽ റിവിഷൻ കൂടി 5ഉം 6ഉം 7ഉം റിവിഷനുകളൊക്കെ കൊടുത്ത് കുട്ടികളെ സെറ്റാക്കിയിട്ടാണ് അവരുടെ എക്സാമുകൾക്ക് പലപ്പോഴും വിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു സബ്ജക്റ്റിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് എനിക്ക് സബ്ജക്റ്റ് വിഷയമാവാൻ എന്ന് പറഞ്ഞാൽ പ്രയാസമാവാനുള്ള കാരണങ്ങൾ നിങ്ങളുടേത് കണ്ടെത്തി ചികിത്സിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് മക്കളോട് പറയാനുള്ളത്. അതോടൊപ്പം ചില കുട്ടികൾ ഇങ്ങനെ പറയും, എനിക്ക് മാർക്ക് കുറവാണ്, മാർക്ക് കുറവാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ SSLC, നിങ്ങളുടെ SSLCന്റെ റിസൾട്ട് എന്തു ആവട്ടെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് ഈ വീഡിയോ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ SSLC കഴിഞ്ഞ് ഈ നിമിഷം മുതൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ കണ്ണ് മുറുക്കി ചിമ്മി നമ്മുടെ കൂടെ പോര്, നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ തുഴ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് തന്നെയാണ് മക്കളോട് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾ SSLCന്റെ മാർക്കൊന്നും ഇവിടെ വിഷയമാക്കിയല്ല, പക്ഷെ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് വിജയിക്കണമെന്നുള്ള നിരന്തരമായ ത്വരയുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒപ്പം നിങ്ങൾ മക്കൾ മനസ്സിലാക്കുക, നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ 10ാം ക്ലാസ്സിൽ 10 വിഷയം പഠിച്ചു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള നല്ലോണം പഠിക്കാൻ വേണ്ടി പറ്റുന്ന വിഷയങ്ങളിലല്ലേ നിങ്ങൾ പിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എസ്പെഷ്യലി സയൻസിലേക്കോ ഡോക്ടർ ആവാനോ വരികയാണെങ്കിൽ നിങ്ങൾ അത്ര സബ്ജക്റ്റ് ഇല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. അത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, കട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളായിരിക്കും പ്രോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ മക്കളോട് നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ഡിഗ്രിയാണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്, നിങ്ങളുടെ ലൈഫിന്റെ കരിയർ ഏരിയ അവിടെയാണെങ്കിൽ മക്കളെ നേരത്തെ തുടങ്ങണം. വളരെ പെട്ടെന്ന് +1 +2ന്റെ കൂടെ തന്നെ നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കണം. അതുപോലെ വേറെ ചില കുട്ടികൾ ചോദിക്കും, എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന്റെ മാർക്ക് കുറയുക എന്നുള്ളത്. എനിക്ക് ചോദ്യം കേൾക്കുമ്പോൾ പലപ്പോഴും നിഷ്കളങ്കവും രസവുമാണ് തോന്നാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, നിങ്ങൾക്കൊരു പുഴ നീന്തി മുറിക്കാമെങ്കിൽ, ഞാൻ ഇത് പറയുമ്പോൾ കുട്ടികളോട് പറയൽ എങ്ങനെയാണ്, നിങ്ങൾക്കൊരു കടൽ നീന്തി കിടക്കാമെങ്കിൽ കൈത്തോട് നടന്ന് നീങ്ങിവിടടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ പുഴയും കടലും നിങ്ങൾക്ക് നീന്താനുള്ള ശേഷി ഉണ്ടെങ്കിൽ എന്താണ് ഒരു ചെറിയ തോട് മുറിച്ചെടുക്കാൻ അതൊരു പ്രയാസമല്ല. എൻട്രൻസിന് വേണ്ടി ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഉറപ്പായിട്ടും പബ്ലിക് എക്സാം ഇവിടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ജമ്പ് ചെയ്യണമെങ്കിൽ
ഈ ഒരു ഏരിയ നമ്മൾ എപ്പോഴേ ഒന്നോ ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും എന്നതാണ്. അതുകൊണ്ട് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് പബ്ലിക് എക്സാം ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ഇന്റർമീഡിയറ്റ് ഇടവിട്ട് അവർക്ക് പബ്ലിക് എക്സാം മോഡലുകളും റിവിഷൻ ടെസ്റ്റുകളും കൃത്യമായ പാറ്റേണിൽ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാമുകളും കൊടുക്കാറുണ്ട്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. എന്തെങ്കിലും ഇനിയും നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങളുടെ ആശങ്കകൾ വിളിച്ചറിയിക്കാവുന്നതാണ്. ഇനിയും നിങ്ങളുടെ പ്രൊഫഷൻ എവിടേക്ക് പോകണമെന്ന് ഇനിയും നിങ്ങൾക്ക് ഒരു ആകാംക്ഷയുണ്ട്, അല്ലെങ്കിൽ തയ്യാറായിട്ടില്ല, ഇനിയും അവിടത്തേക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഒരു നിജതമായ രീതിയും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങളെ ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് എത്രയും വേഗം തന്നെ നിങ്ങൾ വിചാരിച്ച സ്ഥാനത്തേക്ക് നിങ്ങൾ എത്താനുള്ള വഴികൾ അന്വേഷിക്കാമെന്ന് മാത്രം പറയാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ, ടേക്ക് കെയർ.